എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്യാനും അതുപോലെ തന്നെ റിവ്യൂ ചെയ്യാനും പോകുന്നത് ASUSന്റെ ZenFone Max Pro M1 എന്ന് പറയുന്ന ഒരു സെറ്റാണ്. ഈ ഒരു സെറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് കൂട്ടുകാർക്കെങ്കിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയാമായിരിക്കും. അതായത് റെഡ്മിയുടെ Note 5 Proയ്ക്കൊക്കെ വൻ വെല്ലുവിളി ഉയർത്തിയൊരു ഫോണാണിത്. ഈ ഒരു ഫോണിൻ്റെ വില എന്ന് പറയുന്നത് 15,000 രൂപ അടുത്തായിരുന്നു. ഈ ഒരു ഫോണിന് ഇപ്പോൾ വില കുറഞ്ഞ് 12,999 രൂപയ്ക്കാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പം ഈ ഒരു വിലയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച 6GB RAM ഉള്ള ഫോൺ ഇത് തന്നെയാണെന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ തന്നെ റിവ്യൂമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ മുഴുവൻ കണ്ട് ഈ ഒരു ഫോണിൻ്റെ പോരായ്മകളും മേന്മകളും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ ഒരു ബോക്സിനുള്ളതാണ് നമുക്ക് ZenFone Max Pro M1 ലഭിക്കുന്നത്. ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്ക് നല്ലൊരു ഡിസൈനിലാണ് ബോക്സ് വരുന്നത്. ഈ ഒരു ഫോൺ നമ്മുടെ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് സ്പെഷ്യൽ ഗീവ് അവേ ആയിട്ട് നൽകുന്നുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. നിങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ഈ വീഡിയോ മാക്സിമം ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോൺ ഇപ്പോൾ വാങ്ങാൻ സാധിക്കുന്നത് 12,999 രൂപ മാത്രം മുടക്കിയാണ്. അതായത് 6GB ഫോണാണ് ഈ ഒരു വിലയ്ക്ക് ലഭിക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. അതായത് ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു ഓഫറിലാണ് ഈ ഒരു റേറ്റ് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോണിൻ്റെ ബാക്ക് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് 6GB 64GB വെർഷനാണ്. ഇതിൽ വരുന്നത് സ്നാപ്ഡ്രാഗൺ 636 ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് 6 ഇഞ്ചാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. അതുപോലെ തന്നെ ക്യാമറ ഡ്യുവൽ ക്യാമറയാണ് വരുന്നത്. അതായത് 16+5 ഡ്യുവൽ ക്യാമറയും 16 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയുമാണ് വരുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബാറ്ററി വരുന്നത് 5000 mAh ഒരു ബാറ്ററിയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം കളയാതെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് ബാക്കി ഫോണിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നോക്കാം. അപ്പോൾ PUBG ഒക്കെ കളിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ വാങ്ങാവുന്നതാണ്. അതായത് 6GB റാമും ഉണ്ട്, അതുപോലെ തന്നെ 5000 mAh ബാറ്ററിയും ഉണ്ട്. നമുക്ക് ഫോൺ ഓപ്പൺ ചെയ്ത് കഴിയുമ്പം ആദ്യമേ ലഭിക്കുന്ന ഒരു വൈറ്റ് ബോക്സ് ആണ്. ഈ ഒരു വൈറ്റ് ബോക്സിനുള്ളതാണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ബാക്ക് കവറും അതുപോലെ തന്നെ യൂസർ മാനുവലും സിം ഇജക്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു ടൂളൊക്കെ വരുന്നത്. നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ സിം ഇജക്റ്റ് ചെയ്യുന്നതിനുള്ള ആ ടൂള് കാണാൻ സാധിക്കും. പിന്നീട് നമുക്ക് ഒരു ബാക്ക് കവറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു യൂസർ മാനുവലും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫോൺ എടുത്ത് നോക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഒരു ബാക്ക് കവർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മളിപ്പം റിവ്യൂ ചെയ്യുന്ന എല്ലാ ഫോണുകളുടെയും ബാക്ക് കവർ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണിൻ്റെയും ബാക്ക് കവർ ചെക്ക് ചെയ്തതിന് ശേഷം ഫോണിൻ്റെ റിവ്യൂയിലേക്ക് പോകാം. അപ്പം ഈ ഒരു ഫോണിൻ്റെ കൂടെ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് തരക്കേടില്ലാത്തൊരു ബാക്ക് കവറാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട്, ഫ്ലെക്സിബിളാണ്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം എന്നാൽ കട്ടിയുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്പെറൻറ്റുമായ ഒരു നല്ല കവർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ബോക്സിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. അടുത്തായിട്ട് ബോക്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ഫോൺ തന്നെയാണ്. പിന്നീട് നമുക്ക് ഈ ഒരു ബോക്സിൽ കാണാനായിട്ട് സാധിക്കുന്നത് ചാർജറും അതുപോലെ തന്നെ ഒരു മാക്സ് ബോക്സ് എന്ന് പറയുന്നൊരു ബോക്സുമാണ്. അതായത് ഈ മാക്സ് ബോക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫോൺ സ്റ്റാൻഡ് ചെയ്ത് വെക്കുന്നതിനുള്ള ഒരു ചെറിയൊരു ബോക്സാണ്. പക്ഷേ വളരെ ക്യൂട്ടും അതുപോലെ തന്നെ ഇൻട്രസ്റ്റിങ്ങുമായിട്ട് എനിക്ക് തോന്നി. വളരെ സിമ്പിളാണ്. ജസ്റ്റ് നമുക്ക് ആ ഒരു സ്റ്റാൻഡ് ഉപയോഗിച്ച് നമ്മുടെ ഫോണിനെ സ്റ്റാൻഡിങ് പൊസിഷനിൽ നിർത്താനായിട്ട് സാധിക്കും. ചാർജ് ചെയ്യാനൊക്കെ ആയിട്ട് എവിടെയെങ്കിലും വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവത്തെ യൂസ് ചെയ്യാവുന്നതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇനി നമുക്ക് സമയം കളയാതെ തന്നെ ഫോണിൻ്റെ ഫിസിക്കലായ വ്യൂവും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പം ഫോൺ അത്യാവശ്യം നല്ലൊരു ഡിസൈനിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫോൺ അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ഡിസൈനാണ്. ബാക്കിലോട്ട് നോക്കുവാണെങ്കിൽ നമുക്കൊരു ഫിംഗർ പ്രിൻറ്റ് ലോക്ക് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കൊരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അതിന് താഴെയായിട്ടൊരു ഫ്ലാഷ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ ഓളിയം റോക്കർ ബട്ടണും അതുപോലെ തന്നെ പവർ ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് നമുക്ക് സെൽഫി ക്യാമറ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ സിം എടുത്തതിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ താഴേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് സ്പീക്കർ വരുന്നുണ്ട്, ചാർജ് ചെയ്യുന്നുള്ള പോർട്ട് വരുന്നുണ്ട്, ഹെഡ്ഫോൺ കണക്ട് ചെയ്യുന്നുള്ള പോർട്ടും വരുന്നുണ്ട്. മുകളിലായിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഫോൺ ഓൺ ചെയ്ത് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇപ്പം ഫോൺ ഇവിടെ ഓണായി വന്നിട്ടുണ്ട്. നല്ലൊരു വ്യൂവിങ് ആംഗിൾ ഉണ്ട് ഫോണിന്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ നമുക്കൊരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് അനുഭവമാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഫോണിൽ വരുന്നത് ആൻഡ്രോയിഡ് ഓറിയോ ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആൻഡ്രോയിഡ് 9 അപ്ഡേറ്റ് ഈ ഒരു ഫോൺ പ്രോമിസ് ചെയ്യുന്നുമുണ്ട്. നമുക്ക് 6GB റാം ഉള്ളതുകൊണ്ടും അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ നമുക്ക് 636 ആണ് വരുന്നതുകൊണ്ടും നല്ലൊരു സ്മൂത്തായ ഒരു അനുഭവമാണ് ഫോണിൽ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് PUBG കളിക്കാനുള്ള ഇഷ്ടമുള്ള കൂട്ടുകാർക്കൊക്കെ ഈ ഒരു ഫോൺ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാമെന്ന്. പിന്നീട് നമുക്ക് ഒരുപാട് ഇവരുടെ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് അനുഭവമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും വാരി വലിച്ച് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നില്ല.
അപ്പം നല്ലൊരു സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 6 GB ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഒരു ലാഗ് ഒന്നും ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു എന്താ പറയുക, ലാഗൊന്നും അടിക്കാത്തൊരു അടിപൊളി ഫോൺ തന്നെയാണ്. നമുക്ക് സമയം കളയാതെ തന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് ലോക്കും അതുപോലെ തന്നെ ഫേസ് ലോക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യമേ ഈ ഒരു ഫോണിൽ നമുക്ക് ഫേസ് ലോക്കും ഫിംഗർ ലോക്കും ഒന്ന് സെറ്റ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാനിവിടെ ജസ്റ്റ് ഇപ്പോൾ എൻ്റെ ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് ലോക്ക് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഞാനപ്പോൾ പെട്ടെന്ന് സെറ്റിങ്സിൽ പോയിട്ട് ഈ ഒരു ഫിംഗർ പ്രിൻറ്റ് ലോക്ക് സെറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫിംഗർ പ്രിൻറ്റ് ലോക്കും അതുപോലെ തന്നെ നമുക്ക് ഫേസ് ലോക്കും എത്രത്തോളം ഫാസ്റ്റായിട്ടാണ് ഈ ഒരു ഫോണിൽ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യമേ എൻ്റെ ഫിംഗർ പ്രിൻറ്റ് ലോക്കാണ് സെറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിപ്പം ജസ്റ്റ് ഫിംഗർ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് ഫിംഗർ സ്കാൻ ചെയ്ത് വരുന്നുണ്ട്. ചില ഫോണുകൾ ഇപ്പം സാംസങ്ങിൻ്റെയൊക്കെ നമ്മളൊന്ന് ലോക്ക് സെറ്റ് ചെയ്യാനായിട്ട് നോക്കുവാണെങ്കിൽ ഒരുപാട് ടൈം നമുക്ക് എടുക്കും. പക്ഷേ ഇതിൽ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ഫിംഗർ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് നമുക്ക് ഫേസ് ലോക്കും ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് ഇത് എത്രത്തോളം സ്പീഡിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. ഞാനിപ്പോൾ എൻ്റെ ഫേസ് കൂടെ ഇവിടെ ആഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുകയാണ്. ഫേസ് ആഡ് ചെയ്യാനായിട്ട് കുറച്ചൊരു ഡിലേ വരുന്നുണ്ട്. നമുക്ക് ആ ഒരു ഫിംഗർ ആഡ് ചെയ്ത് അത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് ഫേസ് വരുന്നില്ല. എന്നിരുന്നാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ രണ്ടും ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ടും ആഡ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിത് എത്രത്തോളം ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. ആദ്യമേ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സ്കാൻ ലോക്ക് എത്രത്തോളം ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു ഫ്ലാഷ് ഫോണൊക്കെ നമ്മൾ ഈ അടുത്തിടയ്ക്ക് റിവ്യൂ ചെയ്തിരുന്നു. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഫിംഗർ ലോക്ക് അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫേസ് ലോക്ക് എത്രത്തോളം ഫാസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഫേസ് ലോക്കും കൂടി നോക്കിയതിന് ശേഷം ഞാൻ ഓവറോൾ ഇതിൻ്റെ കാര്യം പറയാം. അപ്പം ഫേസ് ലോക്ക് നോക്കുവാണെങ്കിലും നമുക്ക് അത്യാവശ്യം മോശമല്ലാത്ത സ്പീഡിൽ നമുക്ക് ഫേസ് ലോക്കും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച ഫ്ലാഷിപ്പൊക്കെ ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു ആ ഒരു ലെവലിലോട്ട് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റും അതുപോലെ തന്നെ ഫേസ് ലോക്കും വരുന്നില്ല എന്ന് പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല. എന്നിരുന്നാലും കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ക്യാമറ കാര്യങ്ങൾ നോക്കാം. ക്യാമറ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിലെല്ലാം കൊടുക്കുന്ന രീതിക്കുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നും തന്നെ ഒഴിവാക്കിയതായിട്ട് തോന്നിയില്ല. എല്ലാ എഫക്റ്റുകളും കാര്യങ്ങളും എല്ലാം ഇതിൽ വരുന്നുണ്ട്. നമുക്കിതിൽ ക്യാമറ അത്യാവശ്യം നല്ല രീതിക്ക് വരുന്നുണ്ട്. അത് ഡ്യുവൽ ക്യാമറ 16+5 അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് ഫോട്ടോസ് നമുക്ക് നൽകുന്നുണ്ട്. ഞാൻ ക്യാമറ സാമ്പിൾസ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്യാമറ സാമ്പിളുകൾ കാണുമ്പം ഈ ഒരു ഫോണിൻ്റെ ക്യാമറ എത്രത്തോളം മികച്ചതാണെന്ന് തീർച്ചയായിട്ടും മനസ്സിലാവുന്നതാണ്. അപ്പോൾ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു ഫോൺ ഞാൻ ആദ്യമേ തൊട്ട് പറയുന്നുണ്ട് PUBG കളിക്കാൻ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് വാങ്ങാമെന്ന്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഇനി PUBG എത്രത്തോളം മികച്ച രീതിയിൽ ഈ ഒരു ഫോണിൽ കളിക്കാൻ സാധിക്കുമെന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് നേരെ PUBGയിലോട്ട് പോവാം. ഇപ്പം ഞാനിവിടെ PUBG എല്ലാം ലോഡാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ലോഡായി നമുക്ക് ഗെയിം സ്റ്റാർട്ടായി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഞാനിപ്പം ആദ്യമേ തന്നെ കളിച്ചപ്പോൾ തന്നെ എനിക്ക് എന്താ പറയുക ചിക്കൻ ഡിന്നർ അടിക്കാനായിട്ട് സാധിച്ചു. വളരെ സ്മൂത്തായിട്ട് നമുക്ക് കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് പിന്നെ ബാറ്ററി തീർന്നു പോകുന്നൊരു ഇഷ്യൂ വരുന്നില്ല. അതായത് 5000 mAh ബാറ്ററി ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കുറേ ടൈം എടുത്ത് കളിച്ചാലും നമുക്ക് ബാറ്ററിയൊന്നും തീരില്ല. നമുക്ക് ഒരു ഹെവി യൂസിലാണെങ്കിൽ ഒരു 1.5 ദിവസം ഉറപ്പായിട്ടും ബാറ്ററി നിൽക്കുന്നുണ്ട് എൻ്റെ ഒരു അനുഭവത്തിൽ. ഇനിയിപ്പോൾ ഒരു നോർമൽ യൂസ് ആണെങ്കിൽ 2 ദിവസത്തിന് മേളിൽ ബാറ്ററി നിൽക്കുന്നുണ്ട്. PUBG കളിക്കുന്ന കൂട്ടുകാർക്ക് കണ്ണു മടച്ച് ഈ ഒരു ഫോൺ ഇപ്പോൾ വാങ്ങാവുന്നതാണ്. ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ നമുക്ക് 12,999 രൂപ മാത്രം കൊടുത്താൽ മതി. വെച്ചാൽ PUBG കളിക്കുന്ന ഒരു അനുഭവം തന്നെയായിരിക്കും ഇതിൽ. ബാക്കി ചെറിയ റാം കുറഞ്ഞ ഫോണിലോ അല്ലെങ്കിൽ ബാറ്ററി കുറഞ്ഞ ഫോണിലൊക്കെ നിങ്ങൾ കളിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് നേരിട്ടുണ്ടാവും. എന്നാൽ ഈ ഒരു ഫോണിൽ കളിക്കുമ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂവേ വരുന്നില്ല. സ്മൂത്തായ ഗെയിം പ്ലേ ആണ്. ഒരിക്കൽ പോലും ഞാൻ ഗെയിം കളിച്ചിട്ട് എനിക്ക് ലാഗോ അല്ലെങ്കിൽ ഒരു ഹാങ്ങോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. PUBG കളിക്കാനും അതുപോലെ തന്നെ ക്യാമറ ഇഷ്ടമുള്ളവർക്കും അതുപോലെ തന്നെ ബാറ്ററി വേണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ ഒരു ഫോൺ തീർച്ചയായിട്ടും വാങ്ങാവുന്നതാണ്. സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അടിപൊളി ഫോണാണ്. ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും മികച്ച ഫോൺ ഇത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. എനിവേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വെച്ചിരുന്നു. ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മടിക്കരുത്. എനിവേ നാളെ മറ്റൊരു കിടിലൻ വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.